ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രേണു സുധി അതുൽ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലെ അതുലിനെതിരെ കേസ് കൊടുത്ത സംബന്ധമായ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബിൽ കുറേ കാലങ്ങളായി രേണു സുധിയുടെ വീഡിയോസ് പല രീതിയിലും വരികയും അതിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ വന്നിട്ടുണ്ട്. ഞാനും ഇതിനു മുമ്പ് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രേണുവിനെതിരെ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അതിലായിരിക്കും. അതിനൊരു കാരണമുണ്ട്. രേണുവിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് അതുലിന് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ രേണുവിൻ്റെ വീടിനടുത്തുള്ള ആരോ കറക്റ്റ് വിത്ത് എവിഡൻസ് സഹിതം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, രേണു ഓരോ പ്രാവശ്യവും ഒരുപാട് ഇൻ്റർവ്യൂസ് ഓൺലൈൻ മീഡിയകൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഒരുപാട് മീഡിയകൾ വന്ന ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് രേണുവിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറി ആരെന്ത് പറഞ്ഞാലും അവരെ എതിർക്കുക, നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കിയെടുക്കുക, അതായത് ഒരു നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രേണു അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും അവരെ വിമർശിക്കുന്നവരെ ഒരു മാന്യതയും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ വിമർശനത്തിനോ മറുപടി പറയാതെ പരസ്പര ബന്ധമില്ലാതെ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളായിരുന്നു ഓരോ ഓൺലൈൻ മീഡിയയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന രീതിയിൽ ഒരു വോയിസുമായി ഒരു ആർട്ടിസ്റ്റ് വരികയും അവരെയൊക്കെ ഒരുപാട് വിമർശിച്ചുകൊണ്ട് അങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞും രേണു ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവർ ഈ യൂട്യൂബർമാരെ 1-2 യൂട്യൂബർമാരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും അങ്ങനെ അത് സംബന്ധമായ മറ്റു രേഖകൾ ആ യൂട്യൂബർമാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലും ഒരുപക്ഷെ അത് കിട്ടിയിട്ടുണ്ടാവാം. ഇതിൽ കേസ് കൊടുക്കാൻ തക്ക രീതിയിൽ അതിലൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആ ഇൻ്റർവ്യൂവർ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, രേണു സുധിക്ക് മുമ്പേ മറ്റാരെയെങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, ഞാൻ സുധിച്ചേട്ടനെയാണ് വിവാഹം കഴിച്ചത്, മറ്റാരെക്കുറിച്ചും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന വ്യക്തി കൂടുതൽ ഷാർപ്പായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് മുൻ വിവാഹത്തെക്കുറിച്ച്. അപ്പോഴും രേണു താൻ അങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്കത് പറയാൻ ഇഷ്ടമില്ലായിരിക്കും, അവരുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടമില്ലായിരിക്കും. ഒരു വിവാഹം കഴിക്കുകയും അത് ഡിവോഴ്സ് ആവുകയും പിന്നെ മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിക്കുകയും ജീവിതം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന സെലിബ്രിറ്റീസും ഉണ്ട്. നമ്മുടെ നാട്ടിലും ഒരുപാട് ആൾക്കാരെ, പഴയതല്ല, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഓപ്പണായിട്ട് പറയുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ അതിൻ്റെ രേണുവിന് തൻ്റെ പഴയ കാലം റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതങ്ങനെ തന്നെ പറയാൻ വരുന്നത്, ഞാൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഇവിടെ താല്പര്യമില്ല, ഞാനത് റിവീലാക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അവർക്കത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയും എടുത്ത് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ രേണു അത് സമ്മതിച്ചു കൊടുത്തില്ല. അത് ഇതിനു മുമ്പ് സമ്മതിച്ചില്ല, അവർ കൃത്യമായിട്ട് ചോദിച്ച അവരോട് സമ്മതിച്ചില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞ സുധിയെ രണ്ടാമത് വിവാഹം ചെയ്ത അവരെ കുറിച്ച് അറിയില്ല എന്നും അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നും വളരെ കൃത്യമായി വളരെ ഉറപ്പോടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുലിൻ്റെ കയ്യിൽ ഇതിൻ്റെ എവിഡൻസ് ഉണ്ടായതുകൊണ്ട് അതിനെതിരെ സംസാരിക്കുകയും അത് രേണു പറയുന്നത് കള്ളമാണെന്ന് പൊളിച്ചെടുക്കുകയും തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പറയുകയും ചെയ്ത് വേറെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അപകീർത്തിപ്പെടുത്തി എന്നും മറ്റോ പറഞ്ഞാണ് രേണു കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്കെതിരെ പോലീസിന് കേസ് എടുക്കണമെങ്കിൽ അതിൽ ശക്തമായ ഒരു കേസിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവണം. കേസിൽ അതിനെതിരെ പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസിന് തോന്നണം. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ രേണു കൊടുക്കുമ്പോൾ അതിൻ്റെതായ അഭിപ്രായം പറയാം. യൂട്യൂബ് മീഡിയാസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വീഡിയോ മീഡിയയിൽ ഇട്ട് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെതിരെ വരുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും ഉത്തരം പറയാൻ അവർ ബാധ്യസ്ഥയാണ്. ഉണ്ടാവും, അങ്ങനെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉണ്ടാവും. അത് കേട്ടിരിക്കാനും അല്ലെങ്കിൽ അതിന് മറുപടി പറയാനും താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ വീഡിയോ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്.
അങ്ങനെ വന്ന വീഡിയോയ്ക്കെതിരെ ഒരു അഭിപ്രായം മാത്രമാണ് അതിൽ പറയുന്നത്. അല്ലാതെ രേണുവിനോട് അശ്ലീലം പറയുകയോ അപമര്യാദയെ പെരുമാറുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ പറ്റൂ. എപ്പോഴും പോലീസിൽ സ്ത്രീകൾക്ക് ഒരു പരാതിയുമായി ചെന്നാൽ സ്ത്രീകൾക്ക് മുൻഗണന തന്നെ കിട്ടും. പക്ഷേ അതിൽ അവരുടെ പരാതിയിൽ കഴമ്പുണ്ടാവണം. പോലീസിന് കേസെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ അതിലുണ്ടാകണം. പോലീസിൽ രേണു പരാതി കൊടുത്തതിന് ശേഷം പോലീസുകാർ രേണുവിനെ വിളിപ്പിച്ചു. ആ ദിവസം രേണുവിന് അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞതുമില്ല. പോലീസുകളും അതിൽ തന്റെ വീഡിയോകളും മറ്റു കാര്യങ്ങളും പോലീസിനെ കാണിക്കുകയും അതിന് പോലീസുകാരോട് സംസാരിച്ച് തൻ്റെ ഭാഗം ക്ലിയർ ആക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതിലത് ചെയ്യുകയും ചെയ്തു. പക്ഷേ രേണു ആ കേസിൽ യാതൊരുവിധ കഴമ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രേണുവിനോട് പറഞ്ഞത് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല, ഇനി നിങ്ങൾക്ക് കൂടുതൽ ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ പരാതിയിൽ കഴമ്പില്ലാത്തത് കൊണ്ട് പരാതിയിൽ കഴമ്പില്ലാതെ വന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരിക്കലും കേസെടുക്കാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോടതിയെ ഡയറക്റ്റ് സമീപിക്കുക എന്നത് മാത്രമാണ്. നേരത്തെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ മോശമായി സംസാരിക്കുകയോ അവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അവർക്കെതിരെ ഒരു ഇല്ലാത്ത കാര്യം പുതുതായി നമ്മൾ കെട്ടിച്ചമച്ച് പറയുമ്പോഴാണ് അപകീർത്തിപ്പെടുത്തുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് കേസ് കൊടുത്താൽ നമുക്ക് മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവർക്ക് അതൊരു കേസ് കൊടുക്കാനോ ആ കേസുമായി മുന്നോട്ട് പോകാനോ രേണുവിന് പോലീസ് സ്റ്റേഷൻ വഴി പോകാൻ സാധ്യമല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ ഇടുകയും നമ്മുടെ ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ നമ്മളെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കാണാൻ, ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അവർ കാണാനും അവർക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതുവഴി അവർക്ക് ബിസിനസ് ഉണ്ടാകാനും അതല്ലെങ്കിൽ അതുവഴി അവർക്ക് റീച്ച് കൂട്ടാനും അങ്ങനെയൊക്കെ ഓരോ കാര്യത്തിനായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഷൂട്ടിങ് സംബന്ധമായ കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് മറ്റുള്ളവർ കാണാനും അതുവഴി റീച്ച് കിട്ടാനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടാകുന്നതിനോടൊപ്പം മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ പറയാനുമുള്ള ഒരു സാധ്യതയും അതിൻ്റെ കൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഇനിയും മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ സംബന്ധമായി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം.